കഴിഞ്ഞ ദിവസം തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ചില ജെൻസി കുട്ടികൾ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞ് അവരുടെ ഈ ഒരു സമരത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു യാത്രയ്ക്കോ ഒക്കെ പുറപ്പെടുമ്പോൾ ഒരു റീൽ ആയിട്ട് അവർ സംഗതി ഇടും. ആ ഒരു സമരത്തിന് പോകുന്ന സമയത്ത് എന്തെല്ലാമാണ് അവരുടെ തയ്യാറെടുപ്പുകൾ എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഇപ്പോൾ ജെൻസികളുടെ ഒരു അവരുടെ ശീലത്തിലുള്ള ഒരു വീഡിയോ മേക്കിംഗ് ഉണ്ട്. അതിന് താഴെ വന്ന് അവരെ തെറി വിളിക്കുന്ന കുറേ ഹെയ്റ്റ് കമൻറ്റുകൾ കുമിഞ്ഞു കൂടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ മെഹറിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷേ അവരുടെ അക്കൗണ്ട് പൂട്ടേണ്ടിയൊക്കെ വന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടേത് പുതിയ ശീലങ്ങളാണ്, പുതിയ രീതികളാണ്. അതിനെ നമ്മുടെ സാമ്പ്രദായിക കണ്ണ് വെച്ചുകൊണ്ട് അതിനെ നേരിടാൻ പോയാൽ ഒരു പക്ഷേ ചിലപ്പോൾ പരാജയപ്പെട്ടു പോയേക്കുമെന്നുള്ളതാണ് ഇത്രയും ദിവസങ്ങളിൽ സമരം തെളിയിക്കുന്നത്. അപ്പോൾ അതിനെ ഈ BJP-ക്കാർ നേരിടുന്ന രീതി എത്ര കണ്ട് ഒരു ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ റിസൾട്ട് കാണുന്ന ഒന്നാണ് എന്നുള്ള കൂടി സംസാരിക്കുകയാണ്. ഇപ്പോൾ അജിംസ് നേരത്തെ സൂചിപ്പിച്ചു പുതിയ സംഗതികളാണ് എന്ന് വെച്ചാൽ നമ്മൾ ഇവരെ കാണുമ്പോൾ കരുതും ഒട്ടുമേ സീരിയസ്നെസ്സോടു കൂടി ഇല്ലാത്ത ഒരു സ്ലോഗൻസും അല്ലെങ്കിൽ അവരുടെ വഴികളും ഒക്കെയാണെന്ന്. പക്ഷേ അവർക്ക് നല്ല മൂർച്ചയുള്ള നിലപാടുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പുറത്തേക്ക് വരുന്നതെന്ന് മാത്രം. അപ്പോൾ അതിനെ നേരിടുന്ന വഴികൾ പഴയ രീതി മതിയോ, അത് ബലവത്താകുമോ? അല്ല, ഇത് ഈ ഹേറ്റ് കമൻറ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്നോട് ഇജാസാണ് ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഞാൻ കാണുന്ന റീൽസ്, എൻ്റെ ആൽഗരിതം കൂടുതലും ഈ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് ആ പ്രൊട്ടസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന റീലുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ പറയുന്ന മെഹർ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല, എനിക്കറിയില്ല. പക്ഷേ ഇൻസ്റ്റയിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്നിട്ടൊരു ട്രെൻഡ് സാധനമുണ്ട്. അതായത് ഇപ്പോൾ ഒരു കാര്യത്തിന് പോവുകയാണെങ്കിലോ, ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പോകുകയാണെങ്കിലോ, അങ്ങനെയല്ല, മേക്കപ്പ് മുതൽ സ്കിൻ കെയർ മുതൽ എല്ലാം നമ്മളെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ മേക്കിംഗ് ആണ്. അപ്പോൾ അത് ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടി ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്തതിൻ്റെ അടിയിൽ വന്നിട്ട് ഇതും കണ്ടന്റ് ആക്കുകയാണോ എന്ന് ചിലർ ചോദിക്കുന്നു. നിങ്ങൾ കണ്ടന്റിന് വേണ്ടി, റീച്ചിന് വേണ്ടി ഈ സമരത്തെ ഇങ്ങനെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ആണ് പ്രധാനമായിട്ടുണ്ടാകുന്ന പ്രശ്നം. ഇത് ഞാൻ പറയുന്നത് ഇത് ഈ പഴയ ജനറേഷൻ്റെ പ്രശ്നമാണ്. ഈ വാട്സപ്പ് ഫേസ്ബുക്ക് ജനറേഷൻ്റെ പ്രശ്നമാണ്. ഇത് പുതിയ ജനറേഷൻ ഇതൊരു പ്രശ്നമേ അല്ല. ഈ ഗെറ്റ് റെഡി വിത്ത് മീ സാധനം ചെയ്യുന്നു വെച്ചാൽ അതിനെന്താ പ്രശ്നം? ഞാനൊരു പ്രൊട്ടസ്റ്റിന് പോവുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നു പറഞ്ഞാൽ ആ പ്രൊട്ടസ്റ്റിൻ്റെ കോസിലേക്കല്ലേ വ്യൂവേഴ്സിനെ ആ ആൾ കൊണ്ടുപോകുക, ഇൻഫ്ലുവൻസർ. അതിനെന്താ പ്രശ്നമുണ്ടെന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനെതിരായിട്ട് ഞാൻ ഇതിനെ കാണുന്നത് വേറെ രീതിയിലാണ്. ഇതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ, അതായത് ഇപ്പോൾ ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് ഏറ്റവും കൂടുതൽ അതിന് ട്രാഫിക് ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെതിരായിട്ടുള്ള എതിർ ക്യാമ്പയിൻ നടക്കുന്ന യഥാർത്ഥത്തിൽ ഇൻസ്റ്റാഗ്രാമിലല്ല. അതാണ് അതിൻ്റെ രസകരമായ കാര്യം. വാട്സപ്പിലാണ്. എനിക്ക് ഇന്നലെ നോക്കിയായിട്ട് ധാരാളം സാധനങ്ങൾ മിത്രങ്ങൾ ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ട്. പാകിസ്ഥാൻ ഫണ്ടിങ്, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചുകൊണ്ടുള്ള കത്ത്, പിന്നെ വേറെ എന്തൊക്കെയോ അമേരിക്കയുടെ ഫണ്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഇവർ തെറി വിളിക്കുന്നു, മോദിയെ തെറി വിളിക്കുന്നു. ഇങ്ങനെയൊക്കെയാണോ സമരക്കാർ ചെയ്യുക? ഇങ്ങനെയൊക്കെ തെറി വിളിക്കാൻ പറ്റുമോ? സമരം ചെയ്യുന്നത് ഇങ്ങനെ തെറി പറഞ്ഞാൽ ശരിയാണോ? പിന്നെ മാധ്യമപ്രവർത്തകരോട് മിസ്ബിഹേവ് ചെയ്യുന്നു. ആരാ പറയുന്നത് ഓർക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടന്റുകളാണ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ ഈ പ്രചാരണം ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ്. ഈ മണ്ടന്മാർ വിചാരിക്കേണ്ട കാര്യം, ഈ ക്യാമ്പയിൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഈ സമരത്തെ തകർക്കാനുള്ള എതിർ ക്യാമ്പയിൻ നിങ്ങൾ നടത്തുന്നത് ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റയിൽ അത് നടക്കില്ല. കാരണം ഇൻസ്റ്റയുടെ ആൽഗരിത പ്രകാരം അതിനെന്ത് കിട്ടില്ല, റീച്ച് കിട്ടുന്നില്ല. അവിടെ റീച്ച് കിട്ടുന്ന എന്തിനാണ്? പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഇവരിപ്പോഴും അഡ്രസ്സ് ചെയ്യുന്ന ആരെയാണ്? ഈ പറയുന്ന വാട്സപ്പ് ജനറേഷനെയാണ്. വാട്സപ്പ് ജനറേഷനോട് പറയുകയാണ് ഇത് സമരം ഭയങ്കര ബോറാണ് കേട്ടോ എന്ന് പറയണം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരുടെ മില്ലിനിയൽസ് ആയിട്ടുള്ള പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റീൽസ് കൂടിയുണ്ട്. മമ്മി ഞാൻ പ്രൊട്ടസ്റ്റിലാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ഈ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് ഈ മില്ലിനിയൽസാണ്. മനസ്സിലാക്കേണ്ട കാര്യം, ഈ മില്ലിനിയൽസിനെ, അതായത് എൻ്റെയൊക്കെ പ്രായമുള്ള ആളുകളെ ഈ വിദ്യാർത്ഥികൾ, ഈ കുട്ടികൾ സ്വാധീനിക്കുന്നതാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അവരുടെ നിലപാടുകളെ കൂടി രാഷ്ട്രീയത്തെ കൂടി മാറ്റാൻ ഈ കുട്ടികൾക്ക് കഴിയുന്നു. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു തമിഴ്നാട്ടിൽ കണ്ടത്. തമിഴ്നാട്ടിൽ വിജയെ കൊണ്ടുവന്നാരാ? ജെൻസിയാണ്, ഇൻസ്റ്റാഗ്രാമാണ്. വിജയെ മുഖ്യമന്ത്രിയാക്കിയത് ഇൻസ്റ്റാഗ്രാമാണ്. എങ്ങനെ ഇൻസ്റ്റാഗ്രാം ആക്കിയത്? ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കൺസ്യൂം ചെയ്യുന്ന വിജയ്ക്ക് വേണ്ടി സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള പുതിയ തലമുറ വോട്ടർമാർ, 18 വയസ്സ് കഴിഞ്ഞാൽ 18-25 വയസ്സ് ഇടയ്ക്കുള്ള വോട്ടർമാർ, അവരുടെ പേരൻസിനെ സ്വാധീനിച്ചാണ് വിജയ്ക്ക് വിജയം ഉണ്ടായത്. അവർ വീട്ടിൽ ഇത്തവണ വിജയ്ക്ക് വോട്ട് ചെയ്യണം, അമ്മ, അപ്പ, ചേട്ടാ, ചിത്ത, നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ആ വോട്ട് വിജയ്ക്ക് കൊണ്ടുവന്നത്. വിജയിയെ യഥാർത്ഥത്തിൽ വിജയിപ്പിച്ച ഇൻസ്റ്റാഗ്രാമാണ്. പുതിയ വോട്ടർമാർ, 18 വയസ്സ് കഴിഞ്ഞ വോട്ടർമാർ. സമാനമായൊരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെയും കാണുന്നുണ്ട്. ഇവിടെ കാണുന്നത് എന്താ? ഈ പ്രൊട്ടസ്റ്റിനൊപ്പം നിൽക്കണം എന്ന്
മക്കൾ പറഞ്ഞു, ചിലപ്പോൾ ഈ ഇവരുടെ പേരൻസൊക്കെ BJP വോട്ട് ചെയ്യുന്നവരായിരിക്കും, മോദിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരായിരിക്കും. പക്ഷെ അവരെ കൂടി ഇൻഫ്ലുവൻസ് എന്ന രീതിയിൽ ഇതിൻ്റെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതാണ് പറയുന്നത്, ഇതിൻ്റെ വ്യാപ്തി ഇപ്പോൾ ഈ ജന്തർ മന്ദറിൽ നമ്മൾ കാണുന്നതല്ല ഇതിൻ്റെ വ്യാപ്തി അതിനും വിശാലമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന കഴിഞ്ഞ 12 വർഷത്തിനിടെ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദിശാമാറ്റം, രാഷ്ട്രീയ ദിശാമാറ്റമായിരിക്കും ഈ ജന്തർ മന്ദർ സമരം എന്ന് പറയാൻ കാരണം ഇതിൻ്റെ റീച്ച് വേറെ രീതിയിലാണ് പോകുന്നത്. അത് പ്രെഡിക്റ്റ് ചെയ്യാനോ അത് തടയാനോ BJP കഴിഞ്ഞില്ല എന്നുകൊണ്ട് മാത്രമാണ് അത് വ്യാപിക്കുന്നത്. അവരിപ്പോഴും എന്ത് ചെയ്യുന്നു? അവരിപ്പോഴും എക്സിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും വഴി അവരുടെ ക്യാമ്പയിൻ ചെയ്യുന്നു. പക്ഷേ ഈ ക്യാമ്പയിൻ നടക്കുന്നത് ഇൻസ്റ്റയാണ് ഏറ്റവും കൂടുതൽ ആൾ കൺസ്യൂം ചെയ്യുന്നത് എന്ന വിവരമില്ലാതെ അവരിപ്പോഴും നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ എക്സാണ് നല്ലത്. ഇപ്പോൾ എക്സിലാണ് മുതിർന്ന ആളുകൾ, ബുദ്ധിജീവികൾ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ എക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ എക്സാണ് നല്ലത്. അതുപോലെ മുതിർന്ന ആൾക്കാർക്ക് വേണ്ടി, ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഫേസ്ബുക്ക്, പിന്നെ അമ്മാവന്മാർക്ക് വേണ്ടി വാട്സപ്പ്. ഇതാണ് ഇപ്പോഴും അവരുടെ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി പാളിപ്പോയി. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ആ സ്ട്രാറ്റജി പാളിപ്പോയി. പുതിയ തലമുറ അവരുടേതായ രീതിയിലാണ് ഈ സമരം കൊണ്ടുവന്നത്. നിങ്ങൾ സേഫ് എന്നെങ്കിലും ഇത്തരം ഒരു സമരം, ഇത്തരം മുദ്രാവാക്യങ്ങൾ അവർ ചിരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുകയാണ്. അവരുടെ ഒരു പാട്ടിലൊരു വരി നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രീജിത്ത് പോസ്റ്റ് ചെയ്തതിൽ ഒരു വരി ഞാൻ ശ്രദ്ധിച്ചതാണ്. മുൻപ് ഭയം ഭരിച്ചിരുന്ന തെരുവുകളിൽ ഇനി ഡാൻസ് നടക്കും. എമ്മാതിരി പൊളിറ്റിക്കലാണ്, എന്തൊരു പോയറ്റിക്കാണ്. അച്ഛാ, ഒരു സാധാരണ AI ഉപയോഗിച്ച് ചെയ്തൊരു മ്യൂസിക് വീഡിയോ ആണ്. അതിലെ വരികൾക്ക് പോലും ആഴമുള്ള പൊളിറ്റിക്സാണ്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി എനിക്ക് തോന്നുന്നു മോദിക്ക് അമിത്ഷായ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മാധ്യമങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ, ഇവർക്കിതിപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഒരു ട്രജക്ടറി വേറെ ആയിരിക്കും സേഫ് എഴുതി വെച്ചു. അതാവ് സാഹിബ്, ഇതിപ്പോൾ എങ്ങനെ ഈ സമരത്തെ നേരിടുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന് വലിയ ആശയക്കുഴപ്പമുണ്ട്. കാരണം പുതിയ രീതികളും പുതിയ മാർഗങ്ങളുമാണ്. അതുപോലെ ഇതിനെ എങ്ങനെ ഇതിനെ മനസ്സിലാക്കണം, ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ ട്രഡീഷണൽ പാർട്ടികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്ക്, കോൺഗ്രസിനൊക്കെ കഴിയാതെ പോകുന്നുണ്ടോ? അങ്ങനെയില്ല. കോൺഗ്രസ് വളരെ സ്മാർട്ടായിട്ടാണ് ഇതിൽ ഇടപെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കാരണം കോൺഗ്രസ് ഈ സമരത്തിൻ്റെ മുന്നണിയിൽ ആദ്യമേ വന്നു കഴിഞ്ഞാൽ അത് പാളിപ്പോകുന്നതിന് അതിനെ തകർക്കാനുള്ള ഒരു ഉപായമായിട്ട് സർക്കാരിന് ഉപയോഗിക്കാൻ പറ്റും. അതിൽ കോൺഗ്രസ് കുറേ എന്താ പറയുക 10-12 ദിവസം കോൺഗ്രസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. 12 ദിവസമൊന്നുമല്ല, അതിൽ കൂടുതലായി. പിന്നെ അല്ല, പാർലമെന്റിലെ മുമ്പിൽ അക്രമം നടന്നതിന് ശേഷമാണ്. അതെ പോലീസ് ആക്ഷൻ വന്നതിന് ശേഷമാണ്. പോലീസ് ആക്ഷനുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് അത് വലിയ തോതിൽ ആളുകളിലേക്ക് എത്തുന്നു. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നത്. അത് തന്നെ ഗംഭീരമായിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം വരുന്നു, കോൺഗ്രസ് നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരും അവർ പോലും അറിയാതെ ആ സമരത്തിൻ്റെ ഭാഗമാക്കുന്നു. അതുകൊണ്ട് സോഫാർ കോൺഗ്രസ് ചെയ്തത് വളരെ സ്മാർട്ടാണ്. പക്ഷേ ഇനി അവിടെ കൊണ്ട് അവസാനിക്കാൻ പറ്റില്ല ഇതിന്. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയാണ്, എല്ലാ സംസ്ഥാന നെറ്റ്വർക്കുള്ളതാണ്. ഇതിനെ ഫീൽഡിൽ വേറെ നിലയിൽ ഇതിനെ മൊബിലൈസ് ചെയ്യുന്നതിൽ കോൺഗ്രസ്സിന് വലിയ രീതിയിൽ പങ്കുവഹിക്കാൻ പറ്റും. കോൺഗ്രസ് UP-യിൽ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് സമാജ്വാദി പാർട്ടിയാണ്. സമാജ്വാദി പാർട്ടിക്ക് അത് സാധിക്കും. അപ്പോൾ ആ നിലക്ക് പിന്നെ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് 2027 ഫെബ്രുവരിയിലാണ് നടക്കാൻ പോകുന്നത്, UP ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ഞാൻ മുമ്പ് വിചാരിക്കുന്നു ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഡെസ്റ്റിനി തീരുമാനിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് UP തെരഞ്ഞെടുപ്പ്. 2027 ഫെബ്രുവരിയിലെ UP തെരഞ്ഞെടുപ്പ് ഡെസ്റ്റിനി നിശ്ചയിക്കപ്പെടും ഉറപ്പായിട്ടും. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നന്നായി പെർഫോം ചെയ്തതുകൊണ്ട് വിജയിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു കാലമല്ല. നന്നായിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തി നല്ല കാൻഡിഡേറ്റ്സിനെ വെച്ചു, അതുകൊണ്ട് മാത്രം വിജയിക്കാൻ പറ്റുന്നില്ല. പെട്ടി ഉണ്ട്. ഇലക്ഷൻ കമ്മീഷനോട് ഫൈറ്റ് ചെയ്യണം. സ്ട്രോങ് റൂം മുമ്പ് ബൂത്ത് നോക്കിയാൽ മതിയായിരുന്നു, ഇപ്പോൾ ബൂത്ത് നോക്കിയാൽ സ്ട്രോങ് റൂം നോക്കണം. അങ്ങനെയൊക്കെയുള്ളൊരു വേറൊരു കാലത്താണ്. അപ്പോൾ അതിനെല്ലാം മറികടന്ന് വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളെന്താണ് ഒരു സാധാരണ പൊളിറ്റിക്കൽ അനാലിസിസിൽ ഇവിടെ ഈ നീറ്റിൻ്റെ പ്രശ്നം നിൽക്കുന്നു, അപ്പുറത്ത് അയോധ്യ അമ്പലക്കൊള്ളയുടെ പ്രശ്നം നിൽക്കുന്നു. ഇപ്പോൾ UP വിജയിക്കേണ്ടതാണ്, അല്ലെങ്കിൽ BJP പരാജയപ്പെടാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെയൊന്നും വേറെ നിലക്കൊക്കെ സംഭവിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രക്ഷോഭത്തിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അത് ആളുകൾക്ക് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിന് പോലും ആത്മവിശ്വാസം ഉണ്ടായി. നമ്മൾ എത്ര കാലമാണ് ഈ പതുങ്ങി ജീവിക്കുന്നത്, എത്ര കാലമാണ് ഈ മിണ്ടാതെ ജീവിക്കുന്നത്, എത്ര കാലമാണ് ഈ ഭയന്ന് ജീവിക്കുന്നത്. അതങ്ങോട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളത് മുമ്പ് പല സന്ദർഭങ്ങളിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഭയങ്കര സ്പോണ്ടാനിയസ് ആയിട്ട്, ഓർഗാനിക്കായിട്ട് ആ ഒരു സംഗതി നടന്നു. ഭയം എന്ന് പറയുന്ന ആ ഒരു മറ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ നരേന്ദ്രമോദിജി, അദ്ദേഹത്തെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം BJP വിമർശിക്കുന്ന ആളുകൾ പോലും മോദിജി മഹാൻ എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ട് നടക്കുന്നുണ്ട്. അവിടെയാണ് ഈ പിള്ളേരുടെ ഈ തെറികൾ. ഞാൻ
തെറികൾ ഉപയോഗിക്കണമെന്ന് അഭിപ്രായക്കാരനല്ല. അവരുപയോഗിക്കുന്ന തെറിയെന്ന് ആ പ്രയോജനത്തിൽ ശരിയാവില്ല. അവരുടെ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട് ഈ മനുഷ്യനോട് സംസാരിക്കാൻ. അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ലവണേന ഭോജനം മോദിജി അപ്പോൾ അത് അവരുപയോഗിക്കുന്ന ഭാഷ മോദി ജി എന്നാണ്, MODI പിന്നെ ജി ആണ്, ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ജി, മോഡി ജി. ജോബ് ദോ ഡാഷ് ജോബ് ദോ യാ ഡാഷ് ജോബ് ദോ, ഇങ്ങനെയൊക്കെ എഴുതി പൊക്കി പിടിക്കുന്നുണ്ടല്ലോ. ഡൽഹിയിലാണിത്, സങ്കല്പിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അവർക്ക് ഏതൊരു സമരവും അതിൻ്റെ ഒരു വെക്കാബുലറി ക്രിയേറ്റ് ചെയ്യും. അത് വളരെ പ്രധാനമാണ്. അതിൻ്റെ ഒരു വെക്കാബുലറി ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ സൗന്ദര്യം ക്രിയേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ നിലക്ക് ഇത് ഓൾറെഡി ഇറ്റ് ഹാസ് ബിൻ ഡൺ. അവരുടേതായ ഒരു വെക്കാബുലറി, അവരുടെ ഒരു ഡിക്ഷണറി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ അവർ സംസാരിക്കുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് സംഭവിക്കുന്നു എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ സംഭവിച്ചേക്കാം, സംഭവിച്ചില്ലായിരിക്കാം. പക്ഷേ ഒരു വെക്കാബുലറി നൽകിയിരിക്കുന്നു. ഇന്ത്യയിലെ പുതിയ തലമുറ ഒരു വെക്കാബുലറി അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഭരണകൂടത്തോട് സംസാരിക്കാനുള്ള ഒരു ഭാഷ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അവരോട് സംസാരിക്കേണ്ടി വരും ഈ ഭരണകൂടത്തിന്. അല്ലാതെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ്, മറ്റവൻ എന്ന് പറഞ്ഞ്, ജിഹാദി എന്ന് പറഞ്ഞ്, പാകിസ്ഥാനി എന്ന് പറഞ്ഞ് മാത്രം ഈ രാഷ്ട്രീയം, അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഇത്. ഇതുവരെയുള്ള പ്ലേ ബുക്കിലെ പരിപാടി അത് വെച്ച് ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്തമായ ഭാഷയിലാണ് സംസാരിക്കുന്നത് അവർ, വ്യത്യസ്തമായ രീതികളാണ്. അത് പരിചയമില്ലാത്ത ആളുകൾ പല അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മുമ്പ് ഈ ടൂൾ കിറ്റ് എന്ന പ്രയോഗം എനിക്കൊന്ന് കർഷക സമര സമയത്തല്ലേ ജിംസ് ഇന്ത്യയിൽ അത് വരുന്നല്ലേ, അത് ടൂൾ കിറ്റ് എന്നൊരു പ്രയോഗം എന്തോ ഒരു ഡെറഗേറ്ററി ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് ഇവിടെ BJPയുടെ ആളുകൾ പറഞ്ഞത്. കാരണം ഏതോ ഒരാളുടെ ആക്ടിവിസ്റ്റിൻ്റെ നോട്ടീസിന് ടൂൾ കിറ്റ് എന്നുള്ളൊരു വാചകം കിട്ടി. അപ്പോൾ ടൂൾ കിറ്റിൽ എന്തൊക്കെയാണ് സമരത്തിൽ കൊണ്ടുവരേണ്ടത്? ഈ ടൂൾ കിറ്റ് എന്ന് പറയുന്നത് ഈ NGOകൾ, സമര സംഘടന, നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ അവർ വ്യാപകമായി ഉപയോഗിക്കുന്നൊരു പദമാണ്. ഗ്രേറ്റ തുർബർഗിൻ്റെ മറ്റേ സ്വീഡിഷ് ആക്ടിവിസ്റ്റ്, അവരുടെ ടൂൾ കിറ്റ് എന്നുള്ള വ്യാപകമായി ഉപയോഗിക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഇതിൽ ഗ്രീൻ പീസിൽ വർക്ക് ചെയ്യുന്നത്. ഗ്രീൻ പീസിൽ അവൻ ഫുൾ ടൈം വോളണ്ടിയറാണ്. അപ്പോൾ അവർക്ക് കൃത്യമായി ഓരോ കാര്യത്തിനും കൃത്യമായി ടൂൾ കിറ്റ് ഉണ്ടാവും. എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട കളർ ഏതാണ്. അപ്പോൾ ഗ്രീൻ പീസ് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീല ബാനറിൽ റെഡ് കളറാണ്. ശ്രദ്ധിച്ചു, അവരുടെ ബാനറെല്ലാം നീലയല്ല, യെല്ലോ ബാനറിൽ റെഡ് എഴുതണം എന്നവർ ഏത് സമരത്തിന് പോകുമ്പോഴും അവർ കൃത്യമായ ഇത് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സുഹൃത്ത് ജർമ്മനിയല്ല, ഫ്രാൻസിലെ ഒരു തുറമുഖത്ത് നിന്ന്, തുറമുഖത്തിൻ്റെ പേര് മറന്നുപോയി, തുറമുഖത്ത് നിന്ന് ഇന്ത്യയിലേക്കാണെന്ന് തോന്നുന്നു, മറ്റൊരു 3-ാം ലോക രാജ്യത്തേക്ക് പുറപ്പെട്ട ഈ ആണവ അവശിഷ്ടങ്ങൾ വഹിച്ച ഒരു കപ്പൽ, അവർ 3-ാം ലോക രാജ്യത്തൊക്കെ തള്ളുകയാണല്ലോ ചെയ്യുന്നത്, അവിടുത്തെ ന്യൂക്ലിയർ റിയാക്ടർ എന്നുള്ള എന്തൊക്കെ അവശിഷ്ടങ്ങൾ കയറ്റിയ ഒരു കപ്പൽ, അതൊരു 3-ാം ലോക രാജ്യത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് ഗ്രീൻ പീസ് ക്യാമ്പയിൻ തുടങ്ങി. അപ്പോൾ അതിൽ ഈ ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമാണ്. അത് ലോകത്ത് ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രൊട്ടസ്റ്റായിരുന്നു. വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട പ്രൊട്ടസ്റ്റ് പറയുമ്പം 8-10 ആളുകൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൂ. ഇന്ത്യയിലേക്കാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ പ്രൊട്ടസ്റ്റിൽ ഇവൻ ചെയ്ത് പണിയെന്താണെന്ന് വെച്ചാൽ, ഇവൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാസ്റ്റ് ഉണ്ടല്ലോ, ഈ എന്താ നമ്മൾ പറയാം, കൊടിമരം, ഈ ഇതിൻ്റെ കപ്പലിൻ്റെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ ബാനർ അൺഫേൾ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇവൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതിന് ഇവനെല്ലാം ഫുൾ A to Z മാർഗ്ഗനിർദ്ദേശങ്ങളും ടൂൾ കിറ്റും ഉണ്ട്. ആ ടൂൾ കിറ്റ് എന്നുള്ളത് അവർ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. എന്തൊക്കെ ചെയ്യണം, ഇപ്പോൾ കയറുമ്പം റോപ്പ്, ഇത്ര മീറ്റർ റോപ്പ്, പിന്നെ ക്ലാമ്പ്, മറ്റേ ഇത് അതിൻ്റെ സൈസ് ഇത്ര ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ് ബാനറിൻ്റെ അത് എനിക്ക് കാണിച്ചു തന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് യെല്ലോ ബാനർ റെഡിൽ എഴുതണം ഈ പറയുന്ന സാധനം. അപ്പോൾ അവൻ അതിൻ്റെ മേളിൽ കയറി ഈ ബാനർ അൺഫോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഈ കർഷക സമരം നടക്കുന്നത്, ടൂൾ കിറ്റുമായിട്ടാണ് ഇവർ സമരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ആളുകൾ വിചാരിച്ച് ഈ മറ്റേ സ്പാനർ എടുക്കുന്ന പറഞ്ഞില്ലേ, അതുപോലെ സ്പാനറും സ്ക്രൂ ഡ്രൈവറും കത്തിയും കഠാരയൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമരത്തിന് ആവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട അവശ്യ വസ്തുക്കളുടെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ ഇവിടെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യുന്ന ആളുകൾ കൊതുകുവലയല്ല, ആ ചെറിയ കൂടുണ്ടല്ലോ, കൊതുക് കടിക്കാതെ കിടക്കാൻ വേണ്ടി കൂട് വേണം, പിന്നെ മോയ്സ്ചർ ഇതാക്കാനുള്ളത് വേണം, അത് വാട്ടർ ബോട്ടിൽ, ഇതൊക്കെ എടുത്തു വെച്ചു. അത് എടുത്തു വെക്കുന്ന വീഡിയോസ് ചെയ്യുന്നു, അതൊക്കെ ഒരു ബാഗിലാക്കുന്നു.
അത് എന്താ സമരത്തിന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. നമുക്ക് ഈ മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി അട്ടഹസിച്ചുള്ള സമരങ്ങളെ നമ്മൾക്ക് പരിചയമുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇത് വേറൊരു രീതിയാണെന്ന് ഈ സമരത്തിന്. അവിടെ പോവുക, അവിടെ താമസിക്കുന്നു, അവിടെ പാട്ട് പാടുന്നു, കൈകൊട്ടുന്നു, ഡാൻസ് ചെയ്യുന്നു, അവർക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുകൊടുക്കാൻ വേറെ ടീംസ് വരുന്നു. ഇതൊക്കെയാണ്. അപ്പം ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി അട്ടഹസിക്കുന്ന സമരങ്ങൾ മാത്രം കണ്ട ആളുകൾക്ക് ഈ പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസും അവർ പാക്ക് ചെയ്യുന്നതും അവർ ലിപ്സ്റ്റിക്കും പിന്നെ എന്താണ് കൊതുക് വലയും മറ്റേ ഇതൊക്കെ എടുത്ത് പോകുന്നതൊക്കെ ഇതെന്തോ ഒരു വേറൊരു പരിപാടിയാണ്, എന്തൊരു ഷോ ആണെന്നൊക്കെ അവർക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, അവർ വേറൊരു യൂണിവേഴ്സിൽ ജീവിക്കുന്നവരാണ്. അവരുടെ രീതിയിലുള്ള സമരത്തിന് വിട്ടുകൊടുക്കുക.